അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ നിയമവിരുദ്ധമായി അവിടെ താമസിച്ച കുറ്റം ചെയ്ത ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഇപ്പോൾ പാർലമെൻറ്റിൽ വലിയ ബഹളമാണ്. ട്രംപ് ഇന്ത്യയെ അപമാനിച്ചു, മോദി മിണ്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ജയശങ്കർ ഇന്ന് ഉച്ചയ്ക്ക് വിശദീകരിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി അദ്ദേഹം ഇത് വിശദീകരിക്കുന്നത് നേരത്തെ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 104 പേരെ കൊണ്ടുവരുന്നത് അറിയാമായിരുന്നു, അതിങ്ങനത്തെ വിമാനത്തിലാണ് ഇവിടെ ഇറങ്ങാനായിട്ട് അനുവാദവും കൊടുത്തിരുന്നു. അത് ഇന്ത്യ അറിഞ്ഞിട്ടാണ് എന്നുള്ളത് നേരത്തെ റിപ്പോർട്ടുകളിലും വ്യക്തമായിരുന്നു. കാരണം വെരിഫൈഡ് ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് അതിൽ പറഞ്ഞിരുന്നു. ആ വെരിഫൈഡ് എന്നുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇവിടുത്തുകാരാണോ, ഇവിടുന്ന് പോയാൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾ ആളെ തിരിച്ചയക്കുന്നുണ്ടെങ്കിൽ ആദ്യം ബോധ്യപ്പെടുത്തണം നമ്മളെ. അതെ, അങ്ങനെ അതുകൊണ്ടാണ് ആ 104 പേര് വന്നിരിക്കുന്നത്. വെരിഫൈഡ് ആണ്, അവർ ഇന്ന സ്ഥലത്ത് താമസിച്ചിരുന്നവരാണെന്നും ഇന്ന വീട്ടിലാണെന്നും ഒക്കെ നല്ല ബോധ്യത്തോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ വിലങ്ങ് വെച്ചിരുന്നു, കാലിൽ ചങ്ങല ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം വന്നു. അത് ജസ്പാൽ സിംഗ് എന്നോ മറ്റോ പറഞ്ഞ് വന്ന ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അങ്ങനെ ഒരു സങ്കടം പറഞ്ഞിരുന്നു. അപ്പം ഇങ്ങനെ ആളുകൾ, ഈ യാത്രക്കാർ സങ്കടം പറഞ്ഞിട്ടുള്ള കാര്യവും ജയശങ്കർ സമ്മതിച്ചു, മന്ത്രി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ഡിപ്പോർട്ടേഷൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൈമാറുമ്പോൾ ഈ അവിടുത്തെ ഈ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി ICE 2012 മുതൽ അവർക്കുള്ള ഒരു പ്രൊവിഷൻസ് ഇങ്ങനെയാണ് കൊണ്ടുവരിക. പട്ടാള വിമാനങ്ങളിൽ ഈ കുറ്റം ചെയ്ത ആളുകളെയാണല്ലോ അമേരിക്കൻ നിയമപ്രകാരം കുറ്റകൃത്യമാണ്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ആസാമിൽ ഒരു സംഭവം ഉണ്ടായി. സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നു, നിങ്ങൾ ആസാമിൽ ഏതാണ്ടോ 10 or 60 അനധികൃതമായി താമസിച്ച ആളുകളെ ഡിറ്റൻഷൻ സെൻറ്ററിൽ തടവിലിട്ടിരിക്കുകയാണ് വർഷങ്ങളായി. സുപ്രീം കോടതി ചോദിക്കുന്നു, നിങ്ങൾ അവരെ നാട് കടത്ത്, അവരെ ജയിലിലിട്ടിരിക്കുന്നതിനാണ്. അവർ വിദേശികളാണ്, പക്ഷേ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ചിലതൊക്കെ അവർക്ക് എല്ലാം ഒന്നുമില്ല, ചിലത് വിദേശികൾക്കും ആപ്ലിക്കബിളാണ്. അവർ നിയമവിരുദ്ധമായി ഇവിടെ വന്നു, നിങ്ങൾ അവരെ നാട് കടത്തണം. പക്ഷേ നമ്മൾ പറയുന്നു അവർ ക്രൈമാണ് ചെയ്തത്, അതുകൊണ്ട് നമ്മൾ ജയിലിലിട്ടിരിക്കുകയാണ്, അവരെ തിരിച്ചയക്കാനാണ് പറയുന്നത്. അപ്പം നമ്മളും ചെയ്യുന്നുണ്ട്. 2 കൊല്ലം മുമ്പ് ഒക്ടോബറിൽ ഒരു നൈജീരിയക്കാരൻ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. അന്നാണ് വ്യക്തമായത് ഈ CIA എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ. ഇവിടെ ഡിറ്റൻഷൻ സെൻറ്റേഴ്സ് ഉണ്ടാക്കണം, അവിടെയാണ് പാർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. ഇയാളെ പാർപ്പിച്ചിരുന്നത് വിയൂർ സെൻട്രൽ ജയിലിലാണ്, ഈ നൈജീരിയക്കാരനെ. അപ്പോഴാണ് അത് അയാൾ ഹൈക്കോടതി പോയത്, എന്നെ ഡിറ്റൻഷൻ സെന്ററിലല്ലേ പാർപ്പിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട്. കേരളത്തിലും ചെയ്തിട്ടുണ്ട്. അത് എന്നിട്ടാണ് ജോൺ ബ്രിട്ടാസും കേരളത്തിലെ MP കിടന്ന് ബഹളം വെക്കുന്നത്. അല്ല, ജോൺ ബ്രിട്ടാസും ഈ മാർക്സിസ്റ്റുകളും പറയും, കോൺഗ്രസ്സുകാരും പറയുമ്പോൾ വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. 2013 നരേന്ദ്രമോദി അല്ലല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. 2013 ദേവയാനി കോബ്രഗഡെ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ നയതന്ത്ര പ്രതിനിധി അവിടെ വാഷിങ്ടണിലെ എംബസിയിൽ ഉണ്ടായിരുന്നവരാണ്. ഇവര് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ആയ ഇവർക്കെതിരെ കേസ് കൊടുത്തിരുന്നു. മലയാളിയായ ആയയാണ് അവരുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇവർക്ക് വേണ്ട രീതിയിലുള്ള ശമ്പളമൊന്നും ദേവയാനി കോബ്രഗഡെ കൊടുക്കുന്നില്ല, അവരെ തടവിൽ വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവർ കേസ് കൊടുത്തത്. അമേരിക്കൻ അധികൃതർക്കാണല്ലോ. അപ്പോൾ ഇവരെ പിടിച്ചവിടെ ജയിലിലിടുന്നുള്ള അവസ്ഥ വന്നു. ദേവയാനി കോബ്രഗഡെ ഡിപ്ലോമാറ്റ് ആണെന്ന് പിന്നെ എങ്ങനെയൊക്കെയോ അവതാ പറഞ്ഞിട്ട് സംഗതി ശരിപ്പെടുത്തി എടുത്തപ്പോൾ അവരെ തിരിച്ചയച്ചു. 2013 അവരെ ഇങ്ങനെ വിലങ്ങ് വെച്ചാണ് കൊണ്ടുവന്നത് വിമാനത്തില്. അല്ല, ഈ ഹോണ്ടറാസിലേക്ക് അന്ന് മോദിയല്ല ഭരിക്കുന്നത്. അതെ, മോദിയല്ല ഭരിക്കുന്നത്, കോൺഗ്രസ് ഭരണത്തിന്റെ കാലത്താണ്. അത് ഇവിടുത്തെ ഡിപ്ലോമാറ്റിനെ വിലങ്ങ് വെച്ച് കൊണ്ടുവരുന്നത് തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരാണ് ഈ കിടന്ന് ബഹളം വെക്കുന്നത്. ഈ ദേവയാനി കോബ്രഗഡെ കുറക്കാലം മാവേലിക്കരയിൽ താമസിച്ചിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു വന്നു സാർ, ഇതിനകത്ത് ഈ ഇന്ത്യയിലേക്ക് അയച്ച ആളുകളെ മാത്രമല്ല വിലങ്ങ് വെച്ചുകൊണ്ട് ഹോണ്ടറാസിലേക്ക് ഗോട്ടിമാലയിലേക്ക് അയച്ചവരെയും വിലങ്ങ് വെച്ചാണ് ഫ്ലൈറ്റ് കയറ്റിയത്. അപ്പോൾ അത് സംബന്ധിച്ച് വിദേശ മാധ്യമങ്ങളിൽ തന്നെ ചോദ്യങ്ങൾ വന്നു, എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അമേരിക്കൻ ഒരു ആർമി ഓഫീസർ പറഞ്ഞതായിട്ട് ഞാനൊരു ഇംഗ്ലീഷ് പത്രത്തിൽ വായിക്കുകയുണ്ടായി. കാരണം ഇവർ വല്ലാത്ത ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും വിമാനത്തിൽ പോകുമ്പോൾ. അപ്പോൾ പോകുന്ന വഴിക്ക് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കുഴപ്പമുണ്ടാക്കിയാൽ മൊത്തം ഫ്ലൈറ്റിൻ്റെ അവസ്ഥ
അപകടത്തിലാവും, ക്രൂവിനൊക്കെ പ്രശ്നമാവും. അതുകൊണ്ടാണ് അവരെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത്. എന്നാൽ കുട്ടികളെയും സ്ത്രീകളെയും ഒഴിവാക്കുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവർ നിയമവിരുദ്ധമായി താമസിച്ചു എന്നുള്ള കുറ്റം ചെയ്തവരാണ്. അതെ, അവർ കുറ്റവാളികളാണ്. കുറ്റവാളികളെ ഞങ്ങൾ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഏത് കുറ്റവാളികളെയും ഇപ്പം ദേവയാനിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇവരും കുറ്റവാളികളാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മിലിറ്ററി ഫ്ലൈറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്കുണ്ടല്ലോ C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്ന വിമാനം. അത് നേരത്തെ നമ്മൾ ഈ 2016 നമ്മൾ കോവിഡ് കാലത്തൊക്കെ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ട്രാൻസ്പോർട്ട് വിമാനമാണ്, മൾട്ടിപർപ്പസ്. നമ്മൾ ഒരുപാട് ചരക്ക് വാക്സിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതിന് പറക്കാൻ ഒരു മണിക്കൂറിൽ 43,19,000 രൂപ ഒരു മണിക്കൂർ പറക്കാൻ ചിലവ് വന്നിട്ടുണ്ട് എന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. അതനുസരിച്ച് നോക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഈ ഫ്ലൈ ചെയ്ത് ഈ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനം ഇവിടെ എത്തുമ്പോൾ ഒരാൾക്ക് $4,675 ചെലവ് വരും. ഒരു ഫ്ലൈറ്റ് സാധാരണ ഫ്ലൈറ്റിൽ $860 വരുന്നുള്ളൂ. അപ്പോൾ അത്രയും കരുതലോടെ അത് അവർക്ക് ഈ പറഞ്ഞാൽ മറ്റ് ഇവരെ കുറ്റവാളികളെ കൊണ്ടുവരുന്നത് ഏറ്റവും ബിസിനസ് ക്ലാസ്സിലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ സാധാരണ വിമാനത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ 3-4 ഇരട്ടി തുക ചിലവാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ മാത്രമല്ല കുറ്റവാളികളായിട്ട് കൊണ്ടുവരുന്നവരെ KSRTC ബസ്സിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? പോലീസ് ജീപ്പിലോ പോലീസ് വാനിലോ കൊണ്ടുപോകും. എന്ന് പറയുന്ന പോലെ അവിടെ കുറ്റവാളികളാണ്, അവിടുത്തെ നിയമം ലംഘിച്ച ക്രൈം ചെയ്തവരാണ്. ആ ക്രൈം ചെയ്തവരെ സുരക്ഷാ സംവിധാനമുള്ള വിമാനത്തിൽ കൊണ്ടുവരും. അത് മിലിറ്ററി വിമാനമാണ്. ഇത് ഇന്ത്യയിലൂടെ മാത്രമല്ല എല്ലായിടത്തും ചെയ്തു. കൊളംബിയയിലേക്ക് വിമാനം അയച്ചപ്പോഴത്തേക്ക് കൊളംബിയ നിരസിച്ചു എന്നാണ് പറയുന്നത്. കൊളംബിയ സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞു. അതെ, സ്വീകരിക്കില്ല. മിലിറ്ററി പ്ലെയിൻ ആയതുകൊണ്ടല്ല, അത് കോപ്പറേറ്റ് ചെയ്യാത്ത രാജ്യങ്ങളായിട്ടാണ് അതിനെ കരുതി. അല്ല, മിലിറ്ററി പ്ലെയിൻ ആയതുകൊണ്ട് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് അയച്ചാൽ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. ട്രംപ് അപ്പോൾ എന്ത് ചെയ്തു? 25% താരിഫ് പ്രഖ്യാപിച്ചു. കൊളംബിയ കാല വീണ അപേക്ഷിച്ചു. അവരുടെ പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ വിമാനം അയച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ വിട്ടോളാൻ പറഞ്ഞു. കീഴടങ്ങി. അതുപോലെ എന്താ നിങ്ങൾ ചെയ്യാത്തതാണ് ചോദിക്കുന്നത്. അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് ഒരു നല്ല ബന്ധം ഉണ്ടാവുന്നത് തടസ്സപ്പെടുത്തി ആ ഒരു നയതന്ത്ര നല്ല ബന്ധം തകരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ബഹളം വെക്കുന്നത്, അല്ലേ? അല്ല, ഈ ബഹളം വെക്കുന്നവർ മറ്റേ ഡീപ് സ്റ്റേറ്റിന്റെ ആളുകളാണല്ലോ. അല്ല, ബഹളം വെക്കുന്നവരുടെ അജണ്ട എനിക്ക് തോന്നുന്നത് വേറെയാണ് സാർ. കാരണം നമ്മളും അതിശക്തമായി ഇവിടുത്തെ നുഴഞ്ഞു കയറ്റക്കാരെ പുറത്താക്കാൻ നടപടി എടുത്തുകൊണ്ടിരിക്കുക. ഓപ്പറേഷൻ പ്രഗത് എന്ന് പറഞ്ഞ് ബംഗ്ലാദേശികളെ, ഈ പറയുന്ന ആളുകളുടെയൊക്കെ വേണ്ടപ്പെട്ട ആളുകളാണല്ലോ, വേണ്ടപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരെയൊക്കെ അതിശക്തമായി നടപടിയെടുത്ത് കണ്ടെത്തി പുറത്താക്കാനുള്ള 10 കോടി ആളുകൾ ഒറ്റ ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത്. നുഴഞ്ഞുകയറ്റക്കാർ, ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിം നാമധാരികളായ ആളുകൾ, റോഹിംഗ്യൻസ്, അവരെ പുറത്താക്കാനുള്ള ഓപ്പറേഷൻ പ്രഗതൊക്കെ നമ്മൾ ആരംഭിച്ചു. അപ്പോൾ ഇതിൻ്റെ പേരിൽ മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞൊരു ബഹളം വെച്ചാൽ ഇവരെ കയറ്റി അയക്കുന്ന പരിപാടി ചിലപ്പോൾ ഇന്ത്യ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരു സൂത്രപ്പണിയും കൂടിയുണ്ട്. ശരിയാണോ? അല്ല, അങ്ങനെ അവരെ കയറ്റി വയ്ക്കുമ്പോൾ അവരെ വിലങ്ങ് വെച്ചാൽ പോലും തെറ്റുണ്ടോ? അവർ കുറ്റവാളികളല്ലേ? അല്ല, നമ്മൾ കണ്ടെത്തിയാൽ എന്താ ചെയ്യുന്നത്? ആദ്യം ഇപ്പോൾ ആലുവയിൽ നിന്ന് പിടിച്ചില്ലേ, പറവൂരിൽ നിന്ന് പിടിച്ചല്ലോ, അവരെന്താ ചെയ്യുന്നത്? അവർ ജയിലിലടക്കി ചെയ്തിരിക്കുന്നത്. എലത്തൂര് ട്രെയിനിൽ ബോംബ് വെച്ച ഒരുത്തനെ 4-5 അകമ്പടി വാഹനമൊക്കെ ആയിട്ട് അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നില്ലേ, സാംഗ്ലിയിൽ നിന്നോ മറ്റോ? അതെ, മഹാരാഷ്ട്രയിൽ നിന്ന്. മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവരുമ്പോഴും അങ്ങനെ ഈ പറഞ്ഞ കൊണ്ടുവരുന്നത് അല്ല, അത് മാത്രം, അത് തീവച്ചവൻ. പക്ഷെ നമ്മളിവിടുന്ന് നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടന്ന ബംഗ്ലാദേശികളെ പറവൂരിൽ നിന്ന് പിടിച്ചു, ആലുവ, എറണാകുളത്ത് നിന്ന്. നമ്മളിപ്പോൾ അവരെ എവിടെ പാർപ്പിച്ചത്? റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചിരിക്കുക. നമ്മളിപ്പോൾ ഈ 104 പേരില്ലേ, പല ഇവിടെ ചിലപ്പോൾ വല്ല ക്രിമിനൽ കുറ്റമൊക്കെ ചെയ്തിട്ടുള്ള ആളുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അല്ല, ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുള്ള ഖലിസ്ഥാനികളുണ്ടെന്ന് പറയുന്നു. അതെ, അവരെ കാരണം ഇതിൽ കൂടുതൽ ആളുകളും മറ്റേ പഞ്ചാബിൽ നിന്നുള്ളവരും ഒക്കെയാണ്. ഗുജറാത്തിൽ നിന്നും കുറെ ആളുകളുണ്ട്, ഖലിസ്ഥാനികൾ ഉൾപ്പെടെയുള്ളവർ. 33 മറ്റ് ഗുജറാത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം. അവർ വരുന്നു, അവർ വേറെ ഒരു രാജ്യത്തെ നിയമം ലംഘിക്കുന്നവരെ അവിടുത്തെ നിയമം അനുസരിച്ച് കൈകാര്യം ചെയ്യാൻ ആ രാജ്യത്തിന് അവകാശമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കൂ, വിദേശത്ത് സൗദി അറേബ്യയിൽ പോകുന്നു. സൗദി അറേബ്യയിൽ എന്താ ചെയ്യുന്നത്? വിസ കാലാവധി കഴിഞ്ഞ് അവിടെ നിൽക്കുന്നവരെ അവിടുന്ന് പിടിച്ച് ചിലപ്പോൾ ഒക്കെ തലമുട്ടയടിച്ച് കയറ്റിവിടുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, കേട്ടിട്ടുണ്ട് മുട്ടയടിച്ച് കയറ്റിവിടുന്നത്. ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അവിടുന്ന് കയറ്റിവിടുന്നുണ്ട്. പക്ഷേ അതിന് പറയുന്ന പേരെന്താ? ഇവിടെ പൊതുമാപ്പ്. എന്ത് പൊതുമാപ്പാ? അവിടെ വിസ കാലാവധി കഴിഞ്ഞ് അല്ലെങ്കിൽ വിസ ഇല്ലാതെ അവിടെ കഴിഞ്ഞവരെ കണ്ടെത്തി അവിടെ ഡിറ്റൻഷനിൽ പാർപ്പിച്ചിട്ട് കയറ്റിവിടുന്നത് അവിടുത്തെ സർക്കാരിൻ്റെ ചിലവൊന്നുമില്ല. ഏതെങ്കിലും മലയാളി സംഘടനയോ ആ വീട്ടുകാരോ ആരെങ്കിലും കാശ് അയച്ചു കൊടുത്താൽ കയറ്റിവിടും. അങ്ങനെയല്ലേ? അല്ലാതെ സർക്കാരിൻ്റെ ചിലവിലാണോ കയറ്റിവിടുന്നത്? ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ കുറ്റം ചെയ്ത ആളുകളെ, ഇപ്പോൾ റഹീമിനെ പോലെയൊക്കെയുള്ള ആളുകളെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടില്ലേ? അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പാടില്ല
എന്നൊരു റഹിമിന്റെ കാര്യത്തിൽ ദുരൂഹതകൾ ഇതുവരെ തീർന്നിട്ടില്ല. 34 കോടി കൊടുത്തിട്ട് കാലം കുറയായി. കോടതിയിൽ അവിടെ ബന്ധുക്കളൊക്കെ പോയി കിടന്നിട്ടും കോടതി ഇതുവരെ വിടുന്നില്ല. എന്തൊക്കെയുണ്ട് ഇനിയും പ്രശ്നങ്ങൾ. കാര്യം നോക്കുമ്പോൾ തന്നെ അവിടുത്തെ നിയമപ്രകാരമാണല്ലോ വധശിക്ഷയ്ക്ക് വെച്ചിരുന്ന അതിനുള്ള കുറ്റം ചെയ്തിട്ടുണ്ടല്ലോ. ഉടനെ ഇന്ത്യ അപമാനിച്ചു നമുക്ക് പറയാൻ പറ്റുമോ? ഇന്ത്യ അപമാനിച്ചു. ഇങ്ങനെ യമനിലെ ആളുകൾ മറ്റേ നിമിഷപ്രിയ അപമാനിക്കുന്നു, റഹീമിനെ അപമാനിക്കുന്നു. ഇങ്ങനെ ബ്രിട്ടാസിന് അഭിപ്രായമുണ്ടോ? ഉടനെ ചോദിക്കും അത് കൊലപാതകമല്ലേ? കൊലപാതകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിയമപ്രകാരം തെറ്റാണ്. അവരുടെ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നു, അവിടുത്തെ കുറ്റമാണ്. ആണ് നുഴഞ്ഞു കയറി താമസിക്കുന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകളെ പോലെയുള്ള പരിഗണന ചെയ്യണം. നുഴഞ്ഞു കയറ്റം എന്ന് പറഞ്ഞൊരു സിമ്പിളായിട്ടുള്ള കാര്യമായിട്ടല്ല ട്രംപ് കരുതുന്നത്. അതെ, ട്രംപ് പറയുന്നത് ഇത് ഫെന്റനിൽ എന്ന് പറഞ്ഞ ഡ്രഗുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം ഇത് മുഴുവൻ സംസാരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ട്രംപ് ഇതൊക്കെ പ്രഖ്യാപിച്ച ശേഷം 2 പേരെ കാനഡയിൽ 8 കിലോ ഫെന്റനിലുമായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും. ഇവർ പഞ്ചാബിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഈ ഖലിസ്ഥാനികളുടെ പ്രധാനപ്പെട്ട പരിപാടി കാനഡയിൽ ഈ അതിർത്തി വഴിയൊക്കെയുള്ള ഈ ഫെന്റനിൽ എന്ന് പറഞ്ഞ ഡ്രഗിൻ്റെ കച്ചവടമാണ്. അതിലേർപ്പെട്ടിട്ടുള്ളവർ എത്ര പേര് ഇതിൻ്റെ അകത്ത് കാണും? അതെ, അത് അമേരിക്കയ്ക്ക് അറിയാമല്ലോ. ഏതായാലും ഒരു രാജ്യത്തെ നിയമം അംഗീകരിക്കാത്തവരെ അവിടുത്തെ നിയമപ്രകാരം കൈകാര്യം ചെയ്യാൻ ആ രാജ്യത്തിന് അവകാശമുണ്ട്. ഇന്ത്യയിൽ നമ്മളും അത് തന്നെ. ഇന്ത്യ വരെ അവർ വിലങ്ങ് വെച്ച് കൊണ്ടിരുന്നു അവരുടെ വിമാനം. ഇവിടെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലങ്ങ് അഴിക്കാം. പിന്നെന്താ പ്രശ്നം? അതെ, അതാണല്ലോ അതിന്റെ ശരി. നാളെ ബംഗ്ലാദേശ് പറയാണ് ഞങ്ങളുടെ പൗരന്മാരെ അവരാകെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ, നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കയറി, നിങ്ങളുടെ രാജ്യത്തെ നിയമപ്രകാരം അവർ ജയിലിൽ അടച്ചത് ശരിയായില്ല എന്ന് ബംഗ്ലാദേശ് പറഞ്ഞാലോ? അല്ല, നമ്മൾ മുമ്പ് ഒരു ചർച്ച ചെയ്തിട്ടില്ലേ, യൂണിയൻ കാർബൈഡിന്റെ CEO ആയിരുന്ന ആൻഡേഴ്സനെ ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂട്ടുകാരനെ രാജീവ് ഗാന്ധിയുടെ കൂട്ടുകാരനെ ഇങ്ങോട്ട് വിട്ടുകിട്ടി. അത് ചെയ്തത് എത്ര പേരെയാണ് ഇവിടെ കൊല്ലുന്നത്? ഭോപ്പാൽ ട്രാജഡി എന്ന് പറഞ്ഞത്. അതെ, അങ്ങനെ ഒരാളെ വിട്ടുകൊടുത്തതിൽ കോൺഗ്രസ്സുകാർക്കൊന്നും പറയാനില്ലേ. ഏതായാലും വെറുതെ ഓരോ ഈ അതിവൈകാരികത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള കരുതലുകൾ ഓരോ നാടകങ്ങളാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിയാഗാന്ധി ഇപ്പൊ പെട്ടുകിടക്കുകയാണല്ലോ. പ്രിവിലേജ് പ്രമേയമൊക്കെ വന്നിട്ടുണ്ട്, അവകാശ ലംഘന പ്രമേയം. താമസിയാതെ പുറത്താകാനും സാധ്യതയുണ്ട്. കാരണം 1978 ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയതാണ്. ഇന്ദിരാഗാന്ധി ആദ്യം തോറ്റിരുന്നു 77. അത് കഴിഞ്ഞ് ചിക്കമംഗളൂരുവിൽ നിന്ന് ജയിച്ചിരുന്നല്ലോ. അപ്പോൾ 1975 ഒരു കേസിൽ അവര് ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ആ പാതയിലാണ് ഇപ്പോൾ സോണിയാഗാന്ധി പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇന്ത്യയിൽ എവിടെ ഉണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് അമ്മ, മകൾ 3 MP എന്ന്? രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിന്റെ പേരിൽ അവകാശ ലംഘന നോട്ടീസ് കൊടുക്കാവുന്നതാണ്. ആ ചൈന പ്രസംഗം ഉണ്ടല്ലോ. ചൈന ഇഷ്യൂ മാത്രമല്ല, അതിനു മുമ്പ് നടത്തിയ പല പ്രസംഗങ്ങളും ഉണ്ടല്ലോ. ഏതായാലും ഇത് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഇഷ്യൂ ആണ്. നമ്മളും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ അമേരിക്ക ചെയ്തില്ലെന്ന് പറയാം. പിടിച്ചിട്ട് ജയിലിൽ അടച്ചില്ല. കുറ്റവാളികളെയാണ് കൊണ്ടിരിക്കുന്നത്. അത് അവിടുത്തെ കുറ്റമാണ്. ഒരു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി യാത്രാരേഖകളില്ലാതെ താമസിക്കുന്ന കുറ്റമാണ്. അവർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത് പൂമാലയിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. 30,000 സീറ്റ് ഗുവാണ്ടനാമോ ബേയില് തയ്യാറാക്കി ട്രംപ്. അപ്പൊ ഗുവാണ്ടനാമോയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ബ്രിട്ടാസും കൂട്ടരും പറയുമോ? അവരുടെ സൗകര്യമാണത്. അവിടുത്തെ നിയമത്തിനനുസരിച്ച് ജീവിക്കണം, അത്രേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.